എറണാകുളം ജംഗ്ഷൻ യാർഡിൽ ട്രാക്ക് നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനാൽ ട്രെയിൻ ഗതാഗതത്തിന് നിയന്ത്രണം. മാവേലി എക്സ്പ്രസ്, ഗുരുവായൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്, MGR ചെന്നൈ സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രൽ AC സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് തുടങ്ങി ട്രെയിനുകൾക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. AV ജയശങ്കർ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ജയശങ്കർ, അപ്പോൾ പുതുക്കിയ ഷെഡ്യൂൾ എങ്ങനെയാണ്? അതായത് എറണാകുളം ജംഗ്ഷൻ യാർഡിലെ നവീകരണ പ്രവർത്തനങ്ങളാണ് ട്രെയിൻ ഗതാഗതത്തിൽ ഭാഗികമായ നിയന്ത്രണങ്ങളിലേക്ക് റെയിൽവേ പ്രേരിപ്പിച്ച ഘടകം. ഇന്ന് രാത്രി മുതൽ ഈ ട്രാഫിക് ബ്ലോക്കുകൾ ഏർപ്പെടുത്തിയെന്നാണ് റെയിൽവേ പറയുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്ന് മെയ് 8 മുതൽ 26 വരെയുള്ള തീയതികളിൽ ഗുരുവായൂരിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ നമ്പർ 16128 ഗുരുവായൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് കായംകുളം ജംഗ്ഷൻ വഴി കോട്ടയത്തേക്ക് വഴി തിരിച്ചുവിടും. ആലപ്പുഴ വഴി ഈ ട്രെയിനിന്റെ സർവീസ് ഉണ്ടാകില്ല. ഒപ്പം തന്നെ മെയ് 8 മുതൽ 15 വരെയുള്ള തീയതികളിൽ മംഗളൂർ സെൻട്രലിൽ നിന്ന് പുറപ്പെടുന്ന മംഗലാപുരം സെൻട്രൽ, തിരുവനന്തപുരം മാവേലി എക്സ്പ്രസും ഇത്തരത്തിൽ ആലപ്പുഴ വഴി മാറ്റി കോട്ടയം വഴി തിരിച്ചുവിടുമെന്നാണ് റെയിൽവേ പറയുന്നത്. ഈ ട്രെയിനുകളുടെ സർവീസ് കോട്ടയം വഴിയായിരിക്കും. ഒപ്പം തന്നെ MGR ചെന്നൈ സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രൽ AC സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസും കോട്ടയം വഴി തിരിച്ചുവിടും. ഇത്തരത്തിൽ വിവിധ ട്രെയിനുകൾ ഈ ആലപ്പുഴ വഴി പോകേണ്ട പല ട്രെയിനുകളും കോട്ടയം വഴി തിരിച്ചുവിടുമെന്നാണ് റെയിൽവേ നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഈ നിയന്ത്രണങ്ങളുടെ ഭാഗമായി ചില ട്രെയിനുകൾ 30 മുതൽ 40 മിനിറ്റ് വരെ വൈകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർ കൃത്യമായി ട്രെയിനുകളുടെ സമയവും മറ്റും റെയിൽവേയുടെ ആപ്ലിക്കേഷനിലും മറ്റും നോക്കി കൃത്യമായി അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. വലിയ തോതിലുള്ള ഒരു നിയന്ത്രണം ഉണ്ടാവില്ല. ഭാഗികമായൊരു നിയന്ത്രണങ്ങൾ, ചില ട്രെയിനുകൾ ആലപ്പുഴ വഴി പോകേണ്ട ട്രെയിനുകൾ കോട്ടയം വഴി തിരിച്ചുവിടുകയും ഒപ്പം തന്നെ ചില ട്രെയിനുകൾ ഈ പണി നടക്കുന്നതിനാൽ ഭാഗികമായി വഴുകുമെന്നും റെയിൽവേ നിലവിൽ അറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. AV ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും യാത്രക്കാർ യാത്ര പുറപ്പെടും മുമ്പ് തന്നെ റെയിൽവേയുടെ സൈറ്റിൽ കൃത്യമായി അതിന്റെ സമയം, അത് ലേറ്റ് ആയിട്ടുണ്ടോ, ട്രെയിൻ ലേറ്റ് ആയിട്ടുണ്ടോ, ഏത് വഴിയാണ് വഴിതിരിച്ചു വിടുന്നത് എന്നതൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ റെയിൽവേ നൽകുന്നത്.